ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കണ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്, ഒരു രക്ഷയുമില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം വലുപ്പമുള്ള 4 സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകും 2 ബിരിയാണി ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയൊരു പീസ് കറുവപ്പട്ടയും 2 ഏലക്കയും 3 ഗ്രാമ്പുമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയില കണ്ടോ ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എടുക്കേണ്ടത് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്തില്ലേ, ആ സമയത്ത് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനായിട്ട് മറന്നുപോയതാണ്. നിങ്ങൾ ചേർക്കണ സമയത്ത് പൊടികൾ ചേർക്കുമ്പോൾ തന്നെ ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഈ ഒരു കറിയിലേക്ക് ഇതുപോലെ മുഴുവനായിട്ട് തന്നെയാണ് വെളുത്തുള്ളി ചേർക്കണത്. ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. ഇത് കുഞ്ഞു പാത്രമല്ലേ, നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി എടുക്കാനായിട്ട് നല്ല പാടാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം എടുത്തോളൂ, അപ്പോൾ എളുപ്പത്തിൽ തന്നെ മിക്സാക്കി എടുക്കാമല്ലോ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞ് സംശയം ഉണ്ടാവും, നമ്മളിപ്പോൾ എന്തിനാണ് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മുഴുവനെ ചേർത്തേന്ന്. ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കറി റെഡിയായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുള്ള 5 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണമൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയിലെ ഏതെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആകണ പോലെ നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ കണ്ടോ ഇതുപോലത്തെ ഒരു മൺപാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഓയിലങ്ങ് ആക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വരുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഓയിലാക്കി കൊടുക്കണത്. നിങ്ങളുടെ കയ്യിൽ മൺപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മാത്രം വേറെ പാത്രം എടുത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിരത്തി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുക്കായി വരുന്ന സമയത്ത് ഒട്ടും തന്നെ ആവിയൊന്നും പുറത്തു പോകാതിരിക്കാനായിട്ട് കുറച്ച് മൈദ കുഴച്ചെടുത്തത് ഇങ്ങനെയൊന്ന് സൈഡിൽ കൂടെ ഒട്ടിച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബീഹാറിലെ ട്രഡീഷണൽ ചിക്കൻ കറിയാണ്. ഞാനിതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മുടേതായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, അത്രയും രുചിയുള്ള കറിയാണിത്. നമ്മുടെ ചാനലിൽ കുറേ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ പോലും അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ അടപ്പിലെ ഈ ഒരു ഹോളില്ലേ, ഇത് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ടും കൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 40 മിനിറ്റ് സമയമെടുക്കും. 20 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഈ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും തന്നെ അടിക്ക് പിടിക്കില്ല. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണേ.
എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 40 മിനിറ്റാണ് സമയമെടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം സൈഡിൽ നിന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കണില്ലേ, അതുപോലെയല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മുഴുവനോടെ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയില്ലേ, നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയുടെ എല്ലാ ഫ്ലേവറും നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. വളരെ കുറച്ച് പേർക്ക് ഈ ഒരു ചിക്കൻ കറിയെ പറ്റി അറിയാനുണ്ടാവും. പക്ഷെ നമ്മളിൽ പലർക്കും ഇതിനെപ്പറ്റി അറിയാനുണ്ടാവില്ല. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ല കേട്ടോ. താങ്ക്